അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച. രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇനി സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൌരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി സൌജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ തീരുമാനം രാജ്യത്തുടനീളമുള്ള 6 കോടി മുതിർന്ന പൌരന്മാരുള്ള 4.5 കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേർ നഷ്ടമായ ശ്രുതിക്ക് തന്റെ പ്രതിശ്രുത വരനെയും നഷ്ടമായി. വയനാട് വെള്ളാരംകുന്നിൽ ഓമ്നി വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ശ്രുതിയെ തനിച്ചാക്കി യാത്രയായി. അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിൽ എത്തിയത്. ഉരുൾപൊട്ടലിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു തീരുമാനം. മലയാളത്തിലുള്ള വിവരാവകാശ അപേക്ഷകൾക്ക് മലയാളത്തിൽ തന്നെ മറുപടി നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. നികുതി പണം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്ന വിവരം കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ പൌരന് ലഭ്യമാക്കുന്നതാണ് ഈ നിയമത്തിലൂടെ സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ പരക്കെ പരാതികൾ ഉയർന്നിട്ടും നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചന. ചർച്ച വേണമെന്ന് RJD ഇടത് മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് മുഖ്യമന്ത്രി നിലപാടുകൾ സ്വീകരിച്ചത്. RSS നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീരുവാണെന്ന് VD സതീശൻ. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്ന സർക്കാർ SP ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ പോലീസുകാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ നടപടി അപഹാസ്യമാണെന്നും സതീശൻ വിമർശിച്ചു. ADGPയെ സംരക്ഷിക്കാൻ MLA ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു നൽകാൻ തയ്യാറാകുന്ന ഭീരുവായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാർ എന്തിന് RSS നേതാക്കളെ കണ്ടുവെന്നത് പരിശോധിക്കേണ്ടതാണെന്നും അന്വേഷണം ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. LDF യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുകാരനാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് നടന്മാരായ ജയസൂര്യയും ബാബുരാജും ഹൈക്കോടതിയിൽ. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത്. തുടർന്ന് ബലാത്സംഗ കുറ്റം ചുമത്തി അടിമാലി പോലീസ് കേസെടുത്തിരുന്നു. PV അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ സർക്കാരിനെതിരെ ആരോപണമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം അതീവ ഗൌരവതരമേറിയതാണെന്നും നടപടിയെടുത്ത് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തു നൽകി. ജാതി സർട്ടിഫിക്കറ്റിന്റെ നിയമസാധുതയെക്കുറിച്ച് ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ജാതി സർട്ടിഫിക്കറ്റ് ചോദ്യം ചെയ്യാനാകുമോ എന്നും സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരിയെ കേൾക്കാതെ കോടതിക്ക് സർട്ടിഫിക്കറ്റ് തള്ളാനാകുമോ എന്നും ജസ്റ്റിസ് ചോദിച്ചു. തുടർവാദം ഈ മാസം 25 മാറ്റി. മലയാള സീരിയൽ സിനിമാ രംഗത്തെ പൂർണ്ണമായും സ്ത്രീ സൌഹൃദമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കൃത്യമായ നിയമ നയരൂപീകരണത്തിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ താമസ സൌകര്യം പ്രദാനം ചെയ്യാൻ തിരുവനന്തപുരം കൈരളി, ശ്രീ നീള എന്നീ തിയേറ്റർ കോംപ്ലക്സിൽ തുടക്കമിടുന്ന സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സംരംഭമായ സഖി ഡോർമെറ്ററിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. സുഭദ്രയുടെ ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലും കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ വി കെ പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ വി കെ പ്രകാശിന് നിർദ്ദേശം നൽകിയ കോടതി അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്നും വ്യക്തമാക്കി. വാളയാർ പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥനെതിരെയല്ല, ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് 4 പുതിയ സർക്കാർ ITIകൾ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരത്തെ ചാല, പീച്ചി, തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി, തവനൂർ മണ്ഡലത്തിലെ എടപ്പാൾ എന്നിവിടങ്ങളിലാണ് പുതിയ ITIകൾ ആരംഭിക്കുക. ഇവയിലെ ട്രേഡുകൾ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ പരാതിയിലും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി എത്രയും വേഗം ചാർജ് ഷീറ്റ് സമർപ്പിക്കണമെന്ന് KK ശൈലജ MLA. ഇന്ത്യയിലെ സിനിമാ രംഗമാകെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും KK ശൈലജ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് താനൂർ DYSP VV ബെന്നി. മുട്ടൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിന് വിരോധമാണ് ഇതിന് പിന്നിലെന്ന് VV ബെന്നി പറഞ്ഞു. ശക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അദ്ദേഹം പരാതി നൽകി. പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഇടത് MLA PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ച LDF കൺവീനർ പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം നൽകുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. PV അൻവർ എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ലെന്ന LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പരാമർശത്തിന് മറുപടിയുമായി PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും കാര്യമാക്കുന്നില്ലെന്ന് അറിയിച്ച അൻവർ നീതി കിട്ടും വരെയും പോരാടുമെന്നും വ്യക്തമാക്കി. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിക്ക് പല നിർമ്മാതാക്കളും ക്ഷണമില്ലെന്നും വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും വേണ്ട എന്നാണ് സംഘടനയിൽ നിന്ന് ലഭിച്ച മറുപടിയെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഭാരമേകുന്ന നിർദ്ദേശങ്ങളുമായി KSEB. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ ചാർജ് എന്ന രീതിയിൽ കൂടുതൽ തുക ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കണമെന്ന നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചു. ഇതിനു പുറമെ ഈ വർഷം 4.45% നിരക്ക് വർധനവും KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. നിവിൻ പോളിക്കെതിരെ ആരോപണമുന്നയിച്ച് മറ്റു പരാതികളെല്ലാം വ്യാജമെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന സംശയമുണ്ടെന്ന് നിവിൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിലായിരുന്നു ബൈജു കൊട്ടാരക്കരയുടെ പ്രതികരണം. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ SFI KSU സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും ക്രമക്കേട് ആരോപിച്ച് രംഗത്തെത്തിയതോടെ വൻ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നെങ്കിലും അക്രമം നിയന്ത്രിക്കാനായില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയായിരുന്നു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച 2 അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നീറ്റിലിറക്കി. ദക്ഷിണ നാവികസേന ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് കപ്പലുകൾ നീറ്റിലിറക്കുന്ന ചടങ്ങ് ഇന്നലെ നിർവഹിച്ചു. പൂർണ്ണമായും സജ്ജമാകുന്ന അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകുന്നതോടെ ആഗോളതലത്തിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ പ്രവൃത്തികൾക്ക് മുന്നേറ്റമുണ്ടാക്കാനാകും. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന 8 അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചു നൽകുന്നതെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു S നായർ പറഞ്ഞു. ലോകത്തെ എല്ലാ ഉപകരണങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഉണ്ടായിരിക്കണമെന്നതാണ് തന്റെ സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ മാർട്ടിൽ സെമിക്കോൺ ഇന്ത്യ 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്തിൽ ആശങ്ക ഉയർത്തി അജ്ഞാത രോഗം പടരുന്നു.
പനിക്ക് സമാനമായ രീതിയിൽ പടരുന്ന രോഗം ബാധിച്ച് 15 പേർ മരിച്ചു. ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ലഖ്പത്തിലാണ് രോഗം പടരുന്നത്. 2 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നും ഇതോടെ ഏത് തരം വൈറസാണ് രോഗത്തിന് കാരണമായതെന്ന് കണ്ടെത്താനാകുമെന്നും ജില്ലാ കളക്ടർ അമിത് അറോറ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞുള്ള ഓൺലൈൻ തൊഴിൽ തട്ടിപ്പ് വീണ്ടും. kbkby.gov.online എന്ന വെബ്സൈറ്റ് വഴിയാണ് തട്ടിപ്പ് നടക്കുന്നത്. ഈ വെബ്സൈറ്റിന് കേന്ദ്ര സർക്കാരുമായി ബന്ധമൊന്നുമില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കത്വയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഉദ്ധംപൂർ മേഖലയിലെ കത്വ ബസന്ത്ഘട്ട് അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധന ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. ആർജികർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമരത്തിലേർപ്പെട്ട ജൂനിയർ ഡോക്ടർമാർ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാൻ വ്യവസ്ഥകൾ മുന്നോട്ടുവച്ചു. ചർച്ച തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ചർച്ചയിൽ പങ്കെടുക്കണമെന്നുമുള്ള ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ടുവച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംസ്ഥാന സർക്കാർ ഡോക്ടർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ മലേഷ്യയെ ഗോളിൽ മുക്കി ഇന്ത്യ. 1-8 ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ജയം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.